വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ ആൻസൈറ്റിയെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. നമുക്ക് പലവർക്കും സോഷ്യൽ ആൻസൈറ്റി ചിലപ്പോൾ കാണും, ചിലവർക്ക് സോഷ്യൽ ആൻസൈറ്റി എന്താണെന്ന് അറിയത്തില്ല. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ സോഷ്യൽ ആൻസൈറ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതും വളരെ കുറച്ച് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഷോപ്സ് കാണും, അതായത് ചെറിയ ചെറിയ പലചരക്ക് കടകൾ കാണും അല്ലേ. അവിടെയൊക്കെ നമ്മളെ അമ്മമാരും അല്ലെങ്കിൽ അച്ഛനൊക്കെ പോയി പറയും ഇതേപോലെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി മേടിച്ചിട്ട് വരും. അപ്പം അവിടെ എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്നു, ആൾ നമുക്ക് സാധനങ്ങൾ എടുത്തിരുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. പക്ഷേ വെൻ ഇറ്റ് കം ടു ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയായിരിക്കും? അവിടെ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന് സാധനം കൊടുക്കണം, അവിടെ നിന്നൊരു ഒരു ബില്ല് തരും, ആ ബില്ല് കൊണ്ടുവന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് കൊടുക്കണം, അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് തരുന്ന ബില്ലെടുത്ത് നമ്മൾ അടുത്ത ആൾക്ക് കൊടുക്കണം. ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്നും സ്ഥിര കടയിൽ കയറുന്നവർക്ക് ഈ ഒരു സെറ്റിൽമെൻറ്റ് അറിയാം. പക്ഷേ ഇതൊരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാൾക്കെന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. കാരണം അവിടുത്തെ സെറ്റിൽമെൻറ്റ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൻഡ് അവരെന്തെങ്കിലും ഇതിലെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരാരെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള വല്ലാത്തൊരു പേടി കാരണം അവർ സാധാരണ ഇങ്ങനെ വലിയ വലിയ കടകളിലൊന്നും പോകാറില്ലെന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടിനാരെങ്കിലും കൊണ്ടുവന്നുകൊണ്ടേ പോവും, സാധനം മേടിക്കും. വേറെ ആരും ഇല്ല, ഒറ്റയ്ക്ക് ആരെങ്കിലും പോയി സാധനം മേടിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. എനിക്ക് തന്നെ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് മുമ്പേ. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തായിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ, ഒരു ബേക്കറിയാണ്. അവിടെ ഷവർമ്മ കിടന്ന് കറങ്ങുന്ന സ്ഥലത്ത് ആദ്യമേ ഞാൻ ചെന്നു, എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ഷവർമ്മ വേണം. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ കൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഇവിടെയല്ല അവിടെ ചെന്ന് ബില്ലെടുക്കണം കേട്ടോ എന്ന്. അപ്പോൾ ആ ചിരി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കി ചിരിക്കുന്നതാണോ. അപ്പം ഐ വാസ് ലൈക്ക് ഇതെന്താ ഇങ്ങനെ. അപ്പോൾ പിന്നെ എനിക്ക് ആ കടയിൽ കയറാൻ പേടിയായി, സത്യമായിട്ടും. അപ്പോൾ പിന്നെ എനിക്ക് ആ കടയിൽ കയറാൻ പേടിയായി, കാരണം ഞാൻ അവിടുത്തെ കാര്യങ്ങൾ തെറ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ എൻ്റെ കൂടെ നമുക്കറിയാം, ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് അവിടെ നിൽക്കുന്ന ഷോപ്പ് കീപ്പർ ചിരിച്ചോണ്ടല്ലേ പറയാൻ പറ്റൂ, മോളെ ഇവിടെ എല്ലാ സാധനം അവിടെയാണ് ചെന്നെടുക്കേണ്ടത്, അങ്ങനെ പറഞ്ഞാൽ വീണ്ടും എനിക്ക് ഹേർട്ടാവും. ഇത് ചിരിച്ചോണ്ടാണപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കളിയാക്കി ചിരിച്ചായിരിക്കും എന്ന്. ശരിക്കും ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നതാണ്, ബട്ട് പാരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്ന കണക്ക് ആയിരിക്കത്തില്ല നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് കയറുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു, ഇപ്പോൾ എനിക്ക് പേടിയില്ല, ഇപ്പോൾ എനിക്കെങ്ങും അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാവുന്ന സ്ഥലങ്ങളിൽ പോകാൻ ഓക്കെയാണ്, ബട്ട് അറിയാത്ത സ്ഥലങ്ങളിൽ സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചിലവർക്കെങ്കിലും ഇത് ഞാൻ എവിടെയൊക്കെയോ ഞാനല്ലേ ഇത് എന്ന് വിചാരിച്ച് കാണാം. അതെ, നിങ്ങളിലും ഉണ്ടൊരു സോഷ്യൽ ആൻസൈറ്റി. ഇനിയും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയും, അതിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ശരിയാക്കിയെടുക്കാം. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് ഇങ്ങനെ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളുടെ അടുത്ത് ചോദിക്കുമല്ലോ, എന്താണ് നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും ഇല്ല, ഡൗട്ടില്ല എന്ന് പറയും. പക്ഷെ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ളവരുടെ മനസ്സിലായിട്ട് നല്ല ഡൗട്ട് കാണും. അതായത് ഒരു ഭയങ്കരമായിട്ടും ഉള്ളൊരു അതായത് എക്സാമിന് വരും എന്ന് ഉറപ്പുള്ളൊരു ടൈപ്പ് ഡൗട്ടായിരിക്കും അവരുടെ മനസ്സിലുള്ളത്. പക്ഷെ അവർക്ക് ചോദിക്കാൻ മടി, കാരണം അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് തെറ്റായിരിക്കുമോ എന്നുള്ളൊരു പേടി അവർക്ക് കാണും. പ്ലസ് കുട്ടികൾ അവരെ കണ്ട് ജഡ്ജ് ചെയ്യും അല്ലെങ്കിൽ ചിരിക്കുമോ അതൊരു പേടി കാണും. അപ്പം ക്ലാസ്സിൽ ആ ഡൗട്ട് അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അവരടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് അടുത്ത് ചോദിക്കും, എടി നിനക്ക് ആ ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ആ ഫ്രണ്ട് പറയും ഇല്ലടി എനിക്ക് ഡൗട്ടില്ല. അടുത്ത ഫ്രണ്ട് അടുത്ത് ചോദിക്കും ഡൗട്ടുണ്ടോ? അപ്പോൾ അടുത്ത ഫ്രണ്ട് പറയും എനിക്ക് ഡൗട്ടുണ്ട്. എടി എന്നാൽ നീത്തി ചോദിക്കോ എന്ന് നമ്മൾ പലവരും ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ കുട്ടി പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ ട്യൂഷന് പോയിട്ടത് ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. നമുക്കും ചോദിക്കാൻ പറ്റത്തില്ല, വേറെ ആരും ചോദിക്കുന്നതുമില്ല. അപ്പം അവിടെ നമുക്കൊരു പേടിയാണ്, നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഡൗട്ട് ചോദിക്കാനായിട്ട് നമുക്ക് ഭയങ്കര പേടിയാണ്. പേടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അത്. പക്ഷേ നമ്മളായിട്ടത് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ചെറിയ കാര്യം പോലും അറിയത്തില്ല എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഫ്രസ്ട്രേഷനും കാരണം നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കത്തില്ല. ക്ലാസ് കഴിയുന്നിടം വരെ ഇരിക്കും. എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിരുന്ന് ആലോചിക്കും ഇത് എന്താണ്, പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യണം. അപ്പം ഈ ഒരു കാര്യം നമ്മൾ അവിടെ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിരിക്കും. സ്കൂള് അല്ലെങ്കിൽ ഇതേപോലെയുള്ള നമ്മൾ പഠിക്കാൻ പോകുന്നൊരു
പ്ലേസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഡൗട്ട് ചോദിക്കാനും ക്ലിയർ ചെയ്യാനുള്ള ഇടമാണ്. സോ അവിടേക്ക് നമ്മൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക തന്നെ വേണം. അല്ലാതെ വീട്ടിൽ വന്നിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ എക്സാമിന് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ ഒരുപാട് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം. അതായത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും അവർക്ക് ഡൗട്ട് ചോദിക്കാൻ പറ്റാതെ അവരിങ്ങനെ ഇരിക്കും. കാരണം എന്ന് പറയുന്നത് പ്രൊനൗൺസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണമാണ് അവർ ചോദിക്കാതിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ അഡൾട്ട് ആയിട്ടുള്ള കുറച്ചുകൂടെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെന്ന് പറയുന്നത് നമ്മളിപ്പം കോളേജൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 1 year ഒക്കെ ചിലപ്പോൾ ഗ്യാപ്പ് എടുത്തെന്നിരിക്കും. 1 year 6 months അങ്ങനെയൊക്കെ ഗ്യാപ്പ് എടുക്കും. അപ്പം ഗ്യാപ്പ് എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് എന്ത് കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റഡി ചെയ്യാം. നമുക്കിപ്പോൾ പുറത്ത് പോകാനുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ റിസർച്ചുകൾ നടത്തും. എക്സാംസ് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതുന്നവരും ആയിരിക്കും. അപ്പം ഒരു കല്യാണം പെട്ടെന്ന് വരികയാണ്, ഒരു കല്യാണം. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ആൾ നമ്മളെ കല്യാണത്തിന് പോവുകയാണ്. കല്യാണത്തിന് പോകുമ്പോൾ അവിടെയുള്ള ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, നീ ഇപ്പം 1 വർഷത്തോളം ആയില്ലേ ഈ കോളേജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, നിനക്കല്ല ജോലിക്ക് വല്ലതും പൊക്കൂടെ? വീട്ടിലെങ്ങനെയാണ് നിന്നെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുത്താണോ? അപ്പം ഈ ഒരു ചോദ്യം അവർക്ക് ആ ഒരു കല്യാണത്തിൽ നിന്ന് കിട്ടി. അവർ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്. അവർക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കാനില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവർ നെക്സ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബട്ട് അത് പറയുമ്പോൾ അവർ ജഡ്ജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്, അടുത്തതായിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റഡീസിൽ. അപ്പം അവരത് പറയുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു പേടി കാരണം അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാനില്ല. അപ്പം നാട്ടുകാരെ മനസ്സിലെന്താണ്, ഇവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അല്ലെങ്കിൽ ഇവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നുള്ളൊരു തോട്ട് നാട്ടുകാർക്കും വരും. ഓൾസോ നമ്മുടെ വീട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർക്കും കുറച്ചും കൂടി അതായത് നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ അവർക്കും ഒരു മറുപടി കൊടുക്കാനായിട്ട് കാണത്തില്ല ഇവരുടെ ഈ ഒരു ചോദ്യത്തിന്. വീട്ടിൽ വന്ന് ഇത് കേട്ട് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കും. അങ്ങനെ ഒരു അടുത്ത പാലുകാച്ചു കല്യാണം എക്സെട്ര എന്തെങ്കിലും ആവട്ടെ. ഇപ്പോൾ നമുക്ക് തൽക്കാലം പാലുകാച്ച് വന്നപ്പോൾ സെയിം നാട്ടുകാർ ആൻഡ് സെയിം റിലേറ്റീവ്സ് ഈ പാലുകാച്ചിലും ഉണ്ട് കേട്ടോ. അപ്പം അടുത്തതായിട്ട് പാലുകാച്ച് വരാണ്. അപ്പം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നു, നീ പാലുകാച്ചിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പം കല്യാണത്തിൻ്റെ കാര്യം ഓർക്കും. അയ്യോ, കല്യാണത്തിനുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണല്ലോ ഇതിനുമുള്ളത്, എന്നെ ഇനി അവർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്താൽ എനിക്ക് ഉത്തരം പറയാനില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ളൊരു ഫ്രസ്ട്രേഷൻ കാരണം അവർ പുറത്തൊന്നും ഇറങ്ങാതിരിക്കും. അതായത് അവർ ഇത് പഠിച്ച് കഴിയുന്നിടം വരെ അവർ പുറത്തൊന്നും ഇറങ്ങാതിരിക്കും. അവർക്ക് ഭയങ്കര പേടിയാണ്. ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ അവർക്ക് ഇല്ല എന്നുള്ളൊരു ഇത് കാരണം, ആൻസർ ചെയ്താൽ തന്നെ അത് അവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു റീസൺ കാരണം അവർ പുറത്തെങ്ങും ഇറങ്ങുന്നില്ല. ഇതാണ് മിക്കുള്ള അഡൾട്ട്സിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. കോളേജ് കഴിഞ്ഞ് പിന്നെ അവരുടെ സ്റ്റഡീസിന് വേണ്ടി ഇത് ചെയ്തിരിക്കുമ്പോഴത്തേക്കുമായിരിക്കും കുറേ നാട്ടുകാർ വന്നിട്ട്, എന്താണ് നിൻ്റെ മോനെ പരിപാടി, നിനക്ക് വേറെ ഒരു പരിപാടിയില്ലേ, വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകാനായിട്ടില്ല. മനസ്സിലായി? അതാണ് വേറൊരു റീസൺ അവർ വീട്ടിൽ ഇരിക്കാനുള്ളൊരു റീസൺ. അവർക്ക് പുറത്തിറങ്ങിയാലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഭയന്നിട്ട് അവർ വല്ലാണ്ടങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പം ഞാൻ 3 എക്സാമ്പിൾസ് പറഞ്ഞല്ലേ. ഈ 3 എക്സാമ്പിൾസിലും നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും തോന്നിക്കാണും, ഇത് ഞാനാണല്ലോ ചെറുതായിട്ടൊക്കെ, അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്ന് പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾസ് കേട്ടവർക്ക് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങളൊരു സ്ഥലത്തിരിക്കുമ്പോൾ, എല്ലാവരും ഉള്ള സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയി പോകും. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ ഓർത്തിട്ടുള്ള ഒരു ഇത് കാരണം നിങ്ങൾ സ്ട്രെസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പാസ്റ്റ് ആലോചിച്ചിട്ട് അതങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ആലോചിച്ച് നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ബ്ലാങ്ക് ഔട്ട് ആയി പോകും. അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതായത് നമ്മളെപ്പോഴും മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതായത് നമ്മളെപ്പോഴും പാസ്റ്റും ഫ്യൂച്ചറും ഓർത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആൻസൈറ്റി കൂടി നമ്മളങ്ങ് ചത്തുപോകും. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും സെൽഫ് ടോക്ക് ചെയ്യുക. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ വേറൊരുമായിട്ട് നമ്മൾ സംസാരിക്കുക. അതായത് ഞാനത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ, അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ, അത് നീ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്തിനങ്ങനെ ചെയ്തേ, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആയിട്ട് തന്നെ നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യുക. ഈ സെൽഫ് ടോക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ സോഷ്യൽ ആൻസൈറ്റി പകുതി മുക്കാലോളം തീരും. കാരണം നമ്മളെ കൂടെ ഈ മനസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യനല്ലാണ്ട് വേറൊരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ ചിത്രീകരിച്ചെടുക്കുന്നൊരു സംഭവമാണത്. അതായത് ഞാൻ അങ്ങനെ തന്നെ സംസാരിച്ചാൽ മതി
എന്നാണ് എൻ്റെ മനസ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്. വേറൊരാളെ ജഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ ജഡ്ജ് ചെയ്യും. അതാണ് ഈ സെൽഫ് ടോക്കിൽ ഇവിടെ നടക്കുന്നത്. പിന്നെ ചുമ്മാ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കുകയും വെറുതെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാം. പിന്നെ ഓവർ തിങ്കിങ് ആയി അങ്ങനെ 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 നമ്മൾ ഒരുപാട് ഇങ്ങനെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയായിരിക്കും. അതായത് നമുക്ക് ബാക്കിയുള്ളവർ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളൊരു അമിതമായ പേടി കാരണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടത്തില്ല, ഇഷ്ടമുള്ള ഒന്നും നമ്മൾ ചെയ്യത്തില്ല, നമുക്കിഷ്ടമുള്ളൊരു ജോലി പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ സെൽഫ് ടോക്കിംഗ് തന്നെ ഫസ്റ്റ് നിർത്തുക. പിന്നെ ഈ ബ്ലാങ്ക് ഔട്ട് ആവുക, പിന്നെ ഈ ഓവർ തിങ്കിങ് ഒക്കെ വരുന്ന സമയത്ത് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ മനസ്സുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അതിന് പകരം എന്തെങ്കിലും കുത്തി വരയ്ക്കുകയോ ഒരു പേപ്പർ എടുത്ത് എന്തെങ്കിലും എഴുതുകയോ ഡയറി എഴുതുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ ആക്ടിവിറ്റീസിലോട്ട് എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ആവുന്നു അത്രത്തോളം നമ്മുടെ ഈ സെൽഫ് ടോക്കിംഗ് ആൻഡ് ഓവർ തിങ്കിങ് കഴിഞ്ഞ് കിട്ടും. പിന്നെ ഈ ഡിപ്രഷനൊന്നും നമുക്ക് കാണത്തേയില്ല. സോ ഈ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം തീരും. പ്രത്യേകിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നതാണ് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് സോഷ്യൽ ആൻസൈറ്റി എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു. എങ്ങനെ ഈ സോഷ്യൽ ആൻസൈറ്റി മാറ്റാമെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നിടം വരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.